ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കുവാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ പെയിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫുൾ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ വൈറ്റ് ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ചേക്കുകയാണ്. ഞാനിപ്പം ബോട്ടിലിന് ഒരു കോട്ട് പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കോട്ട് കൊടുത്ത ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട് ബോട്ടിലിന് ഞാൻ ഒരു സൈഡിൽ സൺസെറ്റ് തീമിലുള്ള പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ മൂൺലൈറ്റ് തീമിലുള്ള പെയിൻറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെയിൻറ്റ് അടിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണുന്നില്ല, അതാണേ. അപ്പോൾ ഇനി ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺസെറ്റ് തീമിലുള്ള ആ ഒരു ഭാഗത്ത് ഒരു ട്രീ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ട്രീ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ട്രീ ഒക്കെ വരച്ചതിന് ശേഷം അതിൻ്റെ അടിവശത്തായിട്ട് കുറച്ച് ഗ്രാസും കൂടി ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. നമ്മൾ മൂൺലൈറ്റ് തീമിൽ കളർ ചെയ്തിരിക്കുന്ന ആ ഒരു ബോട്ടിലിൻ്റെ ഭാഗത്തും ഈ സെയിം ട്രീയും അതുപോലെ തന്നെ ഗ്രാസുമാണ് വരച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ബോട്ടിലിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ട്രേയും അതുപോലെ തന്നെ ഗ്രാസും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനാണെന്നുണ്ടെങ്കിൽ വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ച് ഫ്ലവേഴ്സ് വരയ്ക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് ഞാൻ പെയിൻറ്റിങ് ബ്രഷിൻ്റെ ഏറ്റവും പോയിൻറ്റിലായിട്ട് കുറച്ച് വൈറ്റ് പെയിൻറ്റ് എടുത്തതിന് ശേഷം ആദ്യമേ ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ വരച്ചു, പിന്നെ സൈഡിലൊരു ലൈൻ വരച്ചു, പിന്നെ അതിനെ ചുറ്റും ഫുള്ള് ഇങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു നല്ലൊരു ക്യൂട്ട് ഫ്ലവർ പോലെ കിട്ടും. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ഒന്ന് വരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കുട്ടി ഊഞ്ഞാലിൽ ആടുന്നതായിട്ടാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് 2 ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഊഞ്ഞാലിലുള്ള ആ ഒരു തടിയും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലൊരു കുട്ടി ഇങ്ങനെ ആടുന്ന പോലെ ഞാൻ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടീനെ വരച്ചപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ഡ്രസ്സ് ഒന്ന് ബോറായി പോയായിരുന്നേ. അപ്പം ഞാൻ കുട്ടീനെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മാസ്കിംഗ് ടേപ്പ് പറിച്ച് കളയാം. അപ്പം ഞാനാണെങ്കിൽ ബോട്ടിലിലെ ആ ഒരു മാസ്കിംഗ് ടേപ്പ് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാനാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടിലിൻ്റെ ആ ഒരു ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് ഫുള്ള് ഫെവിക്കോൾ ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലത്തെ റിബണാണ്. ഇനി ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിബൺ നമ്മൾ ഗം അപ്പളത്തെ എടുത്ത ഭാഗത്ത് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ ചുറ്റും ഞാൻ റിബണിനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു എൻഡിങ് പോർഷനിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ആ റിബണിൻ്റെ എൻഡ് അതിലേക്ക് ഒട്ടിച്ച് എടുക്കുകയാണ്. അപ്പം ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനെന്നുണ്ടെങ്കിൽ ആ സൈഡിലായിട്ട് നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചില്ലായിരുന്നോ, അവിടെ ആയിട്ട് ഞാൻ ഫെവിക്കോൾ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു റിബൺ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റേ സൈഡിലും ഞാൻ റിബൺ ഒട്ടിച്ചെടുക്കുകയാണ്. ഞാനത് ഫുള്ള് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിബൺ വെച്ച് ബോ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് റിബൺ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഗമ്മാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്ത് ആ ഒരു ഗമ്മിലേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോയിൻ്റെ മിഡ് പോയിൻറ്റിലായിട്ട് ഗമ്മാക്കി കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മേളിൽ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ആ ഒരു ഗമ്മിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഒരു ബോ റെഡിയായി. അപ്പം ഞാൻ ബോ ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലും വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാക്കും. ഇനി ഞാനാണെന്നുണ്ടെങ്കിൽ ബോയിൻ്റെ ഏറ്റവും സെൻറ്ററിലായിട്ട് കുറച്ച് ഗമ്മാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റെ ഉണ്ടായിരുന്ന ഒരു മുത്ത് അതിന്മേൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്.
ഇനി ഞാനാണെങ്കിൽ നമ്മൾ ചെയ്ത ആ ഒരു ബോ ഉണ്ടല്ലോ, അത് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്ക് സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽ പെയിൻറ്റിങ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് ഇട്ട് കളയുന്ന ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ബോട്ടിലായിട്ട് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയായിട്ടും ഇത് ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ പെയിൻറ്റിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാകുവാണ് എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നെക്സ്റ്റ് ഡേയിൽ വരാം. ബൈ ബൈ.